എല്ലാവർക്കും സ്വീറ്റ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ലേസും ഫ്രഞ്ച് ഫ്രൈസും ആണ്. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ? ഇതാണ് എൻ്റെ മിനിയേച്ചർ വീട്. നിങ്ങൾക്ക് ഇഷ്ടമായോ? എൻ്റെ മിന്നു ഇതിൻ്റെ ഇവിടെ തന്നെ ഉണ്ട്. നമുക്ക് ഉരുളക്കിഴങ്ങ് ഒന്ന് കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് മിനിയേച്ചർ കിച്ചണത്തെ ആ കുഞ്ഞു കത്തിയും കൊണ്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അമ്മയാണ് എനിക്ക് അരിഞ്ഞെന്ന്. എനിക്ക് ആ കുഞ്ഞു കത്തിയും കൊണ്ട് അരിയാനേ പറ്റുന്നില്ല. അപ്പോൾ ഇത് കണ്ട് ഇത് ഫ്രഞ്ച് ഫ്രൈസിനുള്ളതും ലേസിനുള്ളതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഇടണം. ഞാൻ ആദ്യം തന്നെ ഇച്ചിരി കുരുമുളക് പൊടി ഇട്ടതിന് ശേഷം അതിലേക്ക് ഞാൻ ഇച്ചിരി ഉപ്പ് ഇടുന്നുണ്ട്. എനിക്ക് മഞ്ഞൾപ്പൊടി ഞാൻ ഇതിൽ ഇടുന്നില്ല, എനിക്ക് ഇഷ്ടമല്ല മഞ്ഞൾപ്പൊടി. അതുകൊണ്ടാണ് ഇച്ചിരി ഉപ്പും അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടിയാണ് എടുക്കുന്നത്. അധികം എരിവൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് എരിവെന്ന് പറഞ്ഞാൽ ഇഷ്ടമേ അല്ല. നമുക്കിത് ഇതിലൊന്ന് മിക്സാക്കി അങ്ങോട്ട് പിടിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. അതിൽ മസാല പിടിക്കട്ടെ. അതുപോലെ തന്നെ ഉപ്പും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഇട്ടിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ മിക്സാക്കി ഇതും പിടിക്കാനായിട്ട് വെക്കാം. നന്നായി പിടിപ്പിച്ചെടുക്കണം. നമ്മുടെ തീ ഗ്യാസ് ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചീഞ്ചട്ടി ഇറക്കി വെച്ചതിന് ശേഷം അത് ചൂടായെന്ന് നോക്കാം. നന്നായിട്ട് ചൂടായി അങ്ങോട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് എണ്ണ പറഞ്ഞു കൊടുക്കാം. ഞാൻ ഇത്തിരി കൂടുതൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതെന്തിനാ വെച്ചാൽ അത് ആ ലേസൊക്കെ ഒന്ന് മുങ്ങി കടന്ന് വരാനാണ്. ഇനി എണ്ണയൊക്കെ ഒന്ന് ചൂടാവട്ടെ. ഇത് കണ്ട് നമ്മുടെ മിനിയേച്ചർ വീടിൻ്റെ മിന്നുവൊക്കെ ഇരിക്കുന്നത്. നമ്മുടെ എണ്ണയൊക്കെ ഇവിടെ ചൂടായി തിളച്ച് വരുന്നുണ്ട്. കണ്ടോ തിളച്ച് വരുന്നത്? ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഒന്ന് ആദ്യം തന്നെ വറുത്തെടുക്കാം. എൻ്റെ കൈ പൊള്ളാതിരിക്കാൻ ചേച്ചി എനിക്ക് ഈ അടുപ്പുണ്ടാക്കി തന്നെ ഞങ്ങൾ മറ്റേ അടുപ്പ് പൊട്ടിച്ചു, ചേച്ചി ഞാനും കൂടിയിട്ട്. ഇനി പതുക്കെ കൈ പൊള്ളാതെ തന്നെ പൊട്ടിത്തെറിക്കാതെ പതുക്കെയാണ് ഞാൻ ഇടുന്നത്. ഒരു കയ്യിലും കൊണ്ടാണ് ഞാൻ ഇടുന്നത്. കൈയും കൊണ്ടിട്ട പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം നമ്മുടെ ഈ ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഒന്ന് ഇട്ടിട്ട് ഇതൊന്ന് വെന്ത് മുരിഞ്ഞങ്ങോട്ട് വരട്ടെ. ഇത് കുറേയൊന്നും മുരിയേണ്ട ആവശ്യമില്ല, എനിക്ക് അങ്ങനെ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ്. ഇത് കണ്ടോ തിളച്ചങ്ങോട്ട് പൊന്തി വരുന്നുണ്ട് എണ്ണ. അപ്പം ഇതുപോലെ വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ടിഫിൻ ബോക്സിലേക്ക് ഇത് മാറ്റി കൊടുക്കാം. ഇതാണ് എൻ്റെ ടിഫിൻ ബോക്സ്. ഇനി നമുക്ക് മറ്റേതും അതുപോലെ തന്നെ ചെയ്തു കൊടുക്കാം. ഇനി നമ്മുടെ അപ്പോൾ നമുക്കിനി ലേസ് ഉണ്ടാക്കിയാലോ? അതിനുവേണ്ടി ലേസും ഞാനിവിടെ വറക്കാൻ ഇട്ടിട്ടുണ്ട്. ഓരോന്നേശം ഇടുന്നുണ്ട്. ഇട്ടുകൊടുത്തതിന് ശേഷം നന്നായി മുരിച്ചെടുക്കാം. ഓക്കെ, അതും റെഡി ആയിട്ടുണ്ട്. അതും നമ്മുടെ ടിഫിൻ ബോക്സിലേക്ക് മാറ്റി കൊടുക്കാം. അതുപോലെ തന്നെ കുറേ എണ്ണം ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ ലേസ്. അപ്പോൾ കണ്ടോ ഇതുപോലെ മുരിഞ്ഞങ്ങോട്ട് വരുന്നുണ്ട്. അപ്പുറം മറച്ചിടാം, അപ്പുറവും മറച്ചിടണം നമുക്ക്. അപ്പം ഇതും നമ്മുടെ ഇത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട്. ഇതും നമ്മുടെ ടിഫിൻ ബോക്സിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ നമ്മുടെ ലേസൊക്കെ ഇവിടെ റെഡി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ചു നോക്കിയാലോ? സൂപ്പറായിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് തരണേ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.